ആർ ശ്രീജിത്ത്, സർക്കാർ അത് ഇടത് സർക്കാരാണ്. ഇടത് സർക്കാർ ഇങ്ങനെ ഒരു സ്ത്രീവിരുദ്ധ സമീപനം എടുക്കാമോ എന്ന ചർച്ചകൾ അന്തരീക്ഷത്തിൽ വളരെ സജീവമായി നടക്കുന്നതിനിടയിലാണ് ഈ റിപ്പോർട്ട് വെട്ടിമാറ്റിയതിന്റെ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. വെട്ടില്ല, തിരുത്തില്ല, സർക്കാർ അങ്ങനെയുള്ള വെട്ടുകാരല്ല എന്നാണോ എം.വി. ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത്? സുജയ, ഇന്ന് ചേർന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ കടുംവെട്ട് എന്നുള്ള നമ്മുടെ റോഷിപാൽ പുറത്തുവിട്ട വാർത്ത ചർച്ചയായിരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷമാണ് ഇതിനോട് പ്രതികരിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ തയ്യാറായത്. അങ്ങനെയുള്ള പ്രതികരണത്തിനിടയ്ക്കാണ് ഏതെങ്കിലും പ്രത്യേക ഭാഗങ്ങൾ നീക്കുകയോ അല്ലെങ്കിൽ അത് നീക്കേണ്ട കാര്യമോ സർക്കാരിനില്ല എന്ന കാര്യം വ്യക്തമാക്കിയത്. ഈ നിബന്ധനകൾ പ്രകാരം കോടതിയും വിവരാവകാശ കമ്മീഷനും ഒക്കെ നിർദ്ദേശിച്ച നിബന്ധനകൾ പ്രകാരം ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും അത് പാലിക്കേണ്ട മറ്റ് ഉത്തരവാദിത്വവും എല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥനാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒളിക്കാനോ മറയ്ക്കാനോ പുറത്തു വേണ്ടതായിട്ടോ കട്ട് ചെയ്ത് മാറ്റുകയോ ചെയ്യേണ്ടതില്ല എന്ന കാര്യവും ആവർത്തിച്ച് M.V. ഗോവിന്ദൻ വ്യക്തമാക്കി. അതുകൊണ്ട് ഇത് കൊടുക്കാതിരുന്നെങ്കിൽ അത് ജനാധിപത്യപരമായി നേടാനുള്ള എല്ലാ അവകാശവും ബന്ധപ്പെട്ടവർക്കുണ്ട്. അത് നേടുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല എന്നാണ് M.V. ഗോവിന്ദൻ പറഞ്ഞത്. എന്തായാലും ഈ കടുംവെട്ടിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരും ഒപ്പം തന്നെ പാർട്ടിയും പൂർണ്ണമായും കൈയൊഴിയുകയാണ്. എല്ലാ ഉത്തരവാദിത്വവും ഈ ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെച്ച് ഇതിൻ്റെ പൂർണ്ണമായിട്ടും ഈ വിഷയത്തിൽ നിന്ന് കൈയെടുക്കാനാണ് CPI സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും സർക്കാരും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരവും മാധ്യമങ്ങളെ കാണാതെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഒഴിഞ്ഞു മാറിയത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ മുന്നിലുള്ള അടുത്ത ഒരു പ്രതിസന്ധി എന്താകും ആർ ശ്രീജിത്ത്? ഇതിപ്പോൾ ഈ ഉത്തരവ് കൈമാറേണ്ട ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായിട്ടുള്ള സുഭാഷിണി തങ്കച്ചി, അവർ ഡെപ്യൂട്ടി സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ സാംസ്കാരിക വകുപ്പിന് മേൽ വലിയ ഒരു പ്രതിരോധിക്കേണ്ട ഒരു സങ്കടാവസ്ഥ തന്നെ വന്നു ചേർന്നിരിക്കുകയാണ്. ആദ്യഘട്ടം മുതൽ എടുക്കുന്ന നിലപാടില്ലായ്മ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഉത്തരവിൽ പറയാത്ത പേജുകൾ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് പ്രസിദ്ധപ്പെടുത്തുകയോ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയോ ചെയ്യുക എന്ന മിനിമം മര്യാദ പോലും ഉണ്ടായിട്ടില്ലല്ലോ ശ്രീജിത്ത്. ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം വളരെ അജ്ഞാതമായി തന്നെ തുടരുകയാണ്. ഏതെങ്കിലും ഒരു വലിയ ഇടപെടൽ നടക്കാതെ ഇത്തരമൊരു ഒഴിവാക്കലിൻ്റെ ഒരു കാര്യവുമില്ല. കാരണം വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള പേജുകൾ നൽകുന്നതിന് സർക്കാരിന് എന്താണ് തടസ്സം? സർക്കാർ ആരെയാണ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയർന്നത്. അപ്പോൾ ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഈ പ്രശ്നത്തെക്കുറിച്ച് നന്നേ ബോധവാന്മാരായ സർക്കാരും അതിൻ്റെ പ്രതിനിധികളും ഇങ്ങനെയൊരു ഒഴിവാക്കലിന് ഒഴിവാക്കൽ നടത്തിയെങ്കിൽ അത് ആരെയെങ്കിലും സഹായിക്കാനാണ് വ്യക്തമാണ്. അപ്പോൾ ആരെയെങ്കിലും സഹായിക്കുക കരുതിക്കുട്ടി നിർണായകമായ പേജുകൾ ഒഴിവാക്കി, ഖണ്ഡികകൾ ഒഴിവാക്കി എന്ന് വരുമ്പോൾ അത് സർക്കാരിന് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കുന്ന, ക്ഷീണമേൽപ്പിക്കുന്ന ഒന്നാണ്. നേരത്തെ സുജയ് സൂചിപ്പിച്ച പോലെ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാതെ 4 വർഷക്കാലം പൂഴ്ത്തിവെച്ചു തുടങ്ങിയ ആക്ഷേപങ്ങൾ ഇപ്പോൾ തന്നെ സർക്കാരിന് മേലുണ്ട്. ആ ആരോപണത്തിനിടയ്ക്ക് ഈ കടുംവെട്ട് നടത്തി എന്നുള്ള ആരോപണം കൂടി വരുമ്പോൾ, ആ ആക്ഷേപങ്ങൾ കൂടി വരുമ്പോൾ സർക്കാരിന് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. എന്തായാലും ഈ കാര്യത്തിൽ അപ്പലേറ്റ് അതോറിറ്റിക്ക് പരാതി നൽകിയാൽ അപ്പലേറ്റ് അതോറിറ്റി ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. കാരണം അത്തരമൊരു സമീപനമാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും ഈ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചത്. അതായത് ഏതെങ്കിലും പേജ് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിയുന്നതാണെങ്കിൽ, നൽകേണ്ടതാണെന്ന് നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് അത് നേടാനുള്ള എല്ലാ അവകാശവും ബന്ധപ്പെട്ടവർക്കുണ്ട് എന്നാണ് M.V. ഗോവിന്ദൻ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ ശ്രീജിത്ത്, തിരുവനന്തപുരത്ത് നിന്ന്.